കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. നിങ്ങളുടെ വിളക്ക് നല്ലതുപോലെ കത്തി പ്രകാശിക്കട്ടെ. പെന്തക്കോസ്തിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഈ കത്തട്ടെ കത്തട്ടെ എന്നോ അല്ലെങ്കിൽ തീ 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 എന്നോ ഒക്കെ കേൾക്കുമ്പോൾ പിശാചുക്കൾ മാത്രമാണ് വിരളി പിടിച്ച് അലറിക്കൊണ്ട് ഓടാറുള്ളത്. എന്റെ വല്യപ്പച്ചനും എന്റെ പിതാവുമൊക്കെ ശുശ്രൂഷിക്കുവാൻ പോയിട്ടുള്ള പല ഇടങ്ങളിലും ഭൂതബാധിതരായിട്ടുള്ള വ്യക്തികളെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവരിക പതിവായിരുന്നു. എന്റെ വല്യപ്പച്ചനെയും എന്റെ പിതാവിനെയും ഒക്കെ ഈ ഭൂതബാധിതരായ വ്യക്തികൾ കാണുമ്പോൾ അയ്യോ ദാണ്ട തീ വരുന്ന എന്ന് പറഞ്ഞ് വിരളി പിടിച്ചിട്ട് അലറി വിളിച്ചുകൊണ്ട് പിശാചുകൾ പലപ്പോഴും ഓടിപ്പോകാറുണ്ടായിരുന്നു. എന്റെ വളരെ പിഞ്ച പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല വിടുതലുകളും നേരിട്ട് കാണുവാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, പണ്ടൊക്കെ ഈ തീ 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 എന്നൊക്കെ കേൾക്കുമ്പോൾ പിശാചുക്കൾ മാത്രമാണ് ഓടിപ്പോയിട്ടുള്ളതെങ്കിൽ ഇന്ന് തീ 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 എന്നൊക്കെ കേൾക്കുമ്പോൾ പിശാചുക്കൾ ഓടുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഓടുന്ന ഒരു കൂട്ടം പെന്തക്കോസുകാരല്ല, പിന്നെ ആരാ? ബ്രന്തക്കോസുകാർ. ഈ ബ്രന്തക്കോസുകാർ ഇന്ന് നിരവധി പെന്തക്കോസ്ത സഭകൾ കൈയടക്കിയിരിക്കുകയാണ്. കത്തട്ടെ 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 എന്നോ അല്ലെങ്കിൽ തീ 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 എന്നോ മറ്റോ കേട്ടാൽ ഉടനെ ഓട്ടം പിടിക്കും. പിന്നെ ഖണ്ഡനമായി, കരിവാരി തേക്കലായി എന്ന് വേണ്ട ദൈവസഭ ഇന്ന് വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീ എന്നോ കത്തട്ടെ എന്നോ കേട്ടാൽ ഉടനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, ആളി കത്തുന്നത് എവിടാ? അത് നരകത്തിലല്ലയോ എന്ന്. ഇത്രയും തെറ്റായി ദൈവവചനം വ്യാഖ്യാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായ ഒരു കൂട്ടം പെന്തക്കോസുകാരല്ല, പിന്നെ ആരാ? ബ്രന്തക്കോസുകാർ. ഈ ബ്രന്തക്കോസുകാർ ഇന്ന് നിരവധി പെന്തക്കോസ്ത സഭകൾ കൈയടക്കിയിരിക്കുകയാണ്. പ്രിയരെ, നരകത്തിൽ കത്തുന്ന തീയാണോ ഒരു ദൈവ പൈതലിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ തീ? തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ഇങ്ങനെ വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഈ കൂട്ടർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ തല്ലിക്കെടുത്തി ഭാരതത്തിലെ അന്ത്യകാല സുവിശേഷീകരണത്തിന് തുരങ്കം വയ്ക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീനെന്ന് നമ്മുടെ യേശുനാഥൻ അരുളി ചെയ്ത സ്ഥാനത്ത് അവരെ വിരോധിക്കരുത്. കാരണം എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല എന്ന് നമ്മുടെ യേശുനാഥൻ പറഞ്ഞത് പാടെ അവഗണിച്ചുകൊണ്ട് യേശു ബെയൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞ പരീശന്മാരുടെ പിൻഗാമികളെ കൊണ്ട് ഇന്ന് പെന്തക്കോസ്ത് സഭ നിറഞ്ഞിരിക്കുകയാണ്. യേശു ബെയൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗുരുനാഥൻ അവിടെ പ്രതികരിച്ചത് എങ്ങനെയെന്ന് നാം ഗ്രഹിക്കണം. പരിശുദ്ധ ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല എന്നാണ് യേശുനാഥൻ പ്രതികരിച്ചത്. പരിശുദ്ധ ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല എന്നാണ് യേശുനാഥൻ പ്രതികരിച്ചത്. 1 തെസ്സലോനിക്കർ 5:10 ദൈവ വചനം ഈ പ്രകാരം പറയുന്നു, ആത്മാവിനെ കെട്ടുക്കരുത്, അപ്പോൾ ആത്മാവും തീ പോലെ കെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അല്ലേ? കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. നിങ്ങളുടെ വിളക്ക് നല്ലതുപോലെ കത്തി പ്രകാശിക്കട്ടെ. അതാളി കത്തട്ടെ, അത് കത്തി ജ്വലിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ യേശുനാഥൻ ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു വിളക്ക് പ്രകാശിക്കണമെങ്കിൽ ആ വിളക്ക് ആദ്യം കത്തിക്കണം. ഒരു വിളക്ക് കത്തണമെങ്കിൽ അതിനുള്ളിൽ എണ്ണയൊഴിക്കണം. എണ്ണ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നുവെന്ന് ബൈബിളിൽ നിരവധി വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ യേശുനാഥൻ പറഞ്ഞ വളരെ അതിപ്രധാനമായ ഒരു ഉപമ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പ് വിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ
എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കട്ടെ, അത് കത്തിജ്വലിക്കട്ടെ, അതാളി കത്തട്ടെ. എണ്ണ ഉള്ള വിളക്കുകൾക്ക് മാത്രമേ കത്തിപ്രകാശിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എണ്ണ വറ്റുന്നതനുസരിച്ച് വിളക്കിൽ അത് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതമാകുന്ന ഈ വിളക്കിലേക്ക് നാം എങ്ങനെയാണ് എണ്ണ റീഫില്ല ചെയ്യുന്നത്? നമ്മുടെ രഹസ്യ പരസ്യ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ദൈവസന്നിധിയിൽ നാം സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിൽ എണ്ണ റീഫില്ല ചെയ്യപ്പെടും. കൂടാതെ ദൈവവചനം പറയുന്നു, നാം അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ വിളക്കിൽ എണ്ണ റീഫിൽ ചെയ്യപ്പെടും. 1 കൊരിന്ത്യർ 14:4 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്നും ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിയെന്നും ദൈവ വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവരെ കൊണ്ടും പരിഹസിക്കുന്നവരെ കൊണ്ടും പ്രവാചകന്മാരെ തലക്കെട്ടിച്ച് ഇരുത്തുന്നവരെ കൊണ്ടും ഇന്ന് പെന്തക്കോസ്ത് സഭ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മത്തായി 5:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. എണ്ണ ഉള്ള വിളക്കുകൾക്ക് മാത്രമേ പ്രകാശിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, താങ്കൾ ഈ പറയുന്ന ഈ എണ്ണയുടെ കാര്യമൊന്നും എനിക്കറിയില്ല, എന്നിട്ട് ഞാൻ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നല്ല പ്രവൃത്തികൾ ഒരുപാട് അവിശ്വാസികളും ചെയ്യുന്നുണ്ടാകും. എല്ലാ നല്ല പ്രവൃത്തികളും നാം എപ്പോഴും ചെയ്യുവാൻ ഉത്സാഹം ഉള്ളവരുമായിരിക്കണം. എന്നാൽ യേശു ഇവിടെ നല്ല പ്രവൃത്തികൾ എന്ന് ഉദ്ദേശിച്ചത് കേവലം അവിശ്വാസികളിലും വിശ്വാസികളിലും മിക്കപേരും ജീവിതത്തിൽ ചെയ്യാറുള്ള സാധാരണ ചില നല്ല പ്രവൃത്തികൾ മാത്രമാണോ? അല്ലേ, അല്ല. പരിശുദ്ധ ആത്മാവിന്റെ എണ്ണ നിറഞ്ഞ ഒരു വിളക്ക് കത്തി പ്രകാശിക്കുമ്പോൾ അസാധാരണമായ ചില നല്ല പ്രവൃത്തികൾ വെളിപ്പെടും. ആ നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഗുരുനാഥനായ യേശു പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചെയ്ത നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നാം ഗ്രഹിക്കണം. യേശു യോർദാനിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ എന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ലൂക്കോസ് 4:14 മുതലുള്ള വാക്യങ്ങളിൽ തിരുവചനം പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. അവൻ വളർന്ന നസറേത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടായിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണാവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുരുനാഥനായ യേശു ചെയ്ത നല്ല പ്രവർത്തികൾ എന്തൊക്കെയാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പകർന്നു കൊടുത്തു. പീഡിതന്മാരെ വിട്ടുവെച്ചയച്ചു. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിച്ചു. സാധാരണ മനുഷ്യർ ചെയ്യാറുള്ള കേവലം ചില നല്ല പ്രവർത്തികൾക്ക് എല്ലാം ഉപരിയായി പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുരുനാഥനായ യേശു ചെയ്ത നല്ല പ്രവർത്തികൾ എന്തൊക്കെയാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പകർന്നു കൊടുത്തു. പീഡിതന്മാരെ വിടുവിച്ചയച്ചു. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിച്ചു. എണ്ണ വിളക്കിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ തീ പകർന്നാൽ കത്തുകയുള്ളൂ. അങ്ങനെ വിളക്ക് കത്തി ജ്വലിച്ചാൽ മാത്രമേ ചില നല്ല പ്രവർത്തികൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയുള്ളൂ. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ, നിങ്ങളുടെ വിളക്കുകൾ നല്ലതുപോലെ കത്തി പ്രകാശിക്കട്ടെ. അങ്ങനെ നിങ്ങൾ കത്തി ജ്വലിക്കുന്ന യേശുവിന്റെ ഒരു വിളക്കാണെങ്കിൽ നിങ്ങൾ കേവലം അക്ഷര വിസർജകരായി മാത്രം ഇരിക്കുകയല്ല ചെയ്യുന്നത്.
പറയുന്നത്. പിന്നെയോ നിങ്ങളിലൂടെ കത്തിജ്വലിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ തീയാൽ ദരിദ്രരോട് സദ്വർത്തമാനം അറിയിക്കപ്പെടും. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പകരപ്പെടും. പീഡിതന്മാരെ വിടുവിച്ചയക്കപ്പെടും. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. നിങ്ങളുടെ വിളക്കുകൾ നല്ലതുപോലെ കത്തി പ്രകാശിക്കട്ടെ. അത് കത്തിജ്വലിക്കട്ടെ. അതാളി കത്തട്ടെ. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. നിങ്ങളുടെ വിളക്കുകൾ നല്ലതുപോലെ കത്തി ജ്വലിക്കട്ടെ. അതാളി കത്തട്ടെ. ബി ബ്ലസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പെന്തക്കോസ്തീൻ നാളിൽ അഗ്നിനാവാ ചന്തമുടങ്ങു പകർന്ന പോലെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പെന്തക്കോസ്തീൻ നാളിൽ അഗ്നിനാവാ ചന്തമുടങ്ങു പകർന്ന പോലെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക.